നല്ല ലോങ് ആയിട്ടുള്ള വീതിയേറിയ പാഡഡ് ആയിട്ടുള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. റൈഡറിനായിക്കോട്ടെ പില്ലിനായിക്കോട്ടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. സോ ഇച്ചിരി ശരീര വലിപ്പമുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള സീറ്റാണ്. ഇത്രയും കയറി ഇരുന്നാൽ ഒരാൾ കൂടി ഇരിക്കാവോ? കുട്ടിക്ക് ഇരിക്കാവോ? സോ വൺ സൈഡ് ഇരുന്നേ, ഇനി ഇറങ്ങി വൺ സൈഡ് ഇരുന്നേ. അതല്ലെന്ന് അതിന് തോർക്ക് കാണത്തില്ലോ നീ പുറകെ ഇരിക്കുന്നത്. വൺ സൈഡ് എങ്ങനെ ഇരിക്കുന്നതൊക്കെ അവർക്കറിയാം. നിനക്ക് ജസ്റ്റ് സ്പേസ് ഉണ്ടോന്ന് അവർക്ക് അറിഞ്ഞാൽ മതി. കാലൊന്നും അങ്ങനെ ഇരിക്കേണ്ട, സോഫയിലാണോ ഇരിക്കുന്നത്? പിടിച്ചിരിക്കാ, കാല് ചവിട്ടാൻ പറ്റുന്നുണ്ടോ? സിംഗിൾ റൈഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് അവൈലബിൾ ആണ്. ഈ സൈഡിലേക്കും ഇങ്ങനെ ഇറങ്ങി സീറ്റിന്റെ പാഡിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടാണ് ഇതിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട്. സീറ്റ് ഹൈറ്റും വളരെ കൺവീനിയന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 798 മില്ലിമീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഏകദേശം എല്ലാ ഹൈറ്റിൽ പെടുന്ന ആളുകൾക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സീറ്റ് ഹൈറ്റ് ആണ്. എന്നെ പോലെ ഹൈറ്റുള്ള ആൾക്ക് കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുഡാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ഫുഡ് പാക്ക് പൊസിഷനും ഹാൻഡിൽ ബാർ പൊസിഷനും എന്ന് പറഞ്ഞാൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളതാണ്.